നമുക്ക് പോവാം. നീ താമസിച്ചാണോ വന്നത്? നമുക്ക് അമ്പലത്തിൽ പോവാ. നീ അമ്പലത്തിലോട്ട് പോവാം. ഓ അണ്ട് കലങ്ങി പോയിരിക്കാം. നമുക്ക് കുറച്ച് അവിടെ ഓണമാണ്. ഓ സാധനം എടുക്കണ്ടേ? ഓ സെറ്റാക്കാം. അളേ ഈ വർഷം ഓണം അടിപൊളിയല്ലേ? ഇപ്പോഴൊക്കെ എന്തൊരു ഓണം കളിയാ. പണ്ടൊക്കെ അല്ലായിരുന്ന ഓണം. അന്നൊക്കെ നമ്മള് പൊട്ടാസൊക്കെ പൊട്ടിച്ച് അത്തമൊക്കെ ഇട്ട് എന്ത് രസമായിരുന്നു. ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെയുള്ളൊരു ഓണമൊന്നും ഇല്ലല്ലേ. ഇപ്പോഴെല്ലാവരും ഫോണിലും അങ്ങനെയൊക്കെ പോവല്ലേ കളിയാ. വീട്ടിൽ ഒരു സാധനം ഇല്ലടാ. ഞാൻ എങ്ങനെ അമ്മേനെ ഓണക്കോടിയൊക്കെ എടുത്തു കൊടുത്ത് എങ്ങനെ സന്തോഷിപ്പിക്കുമെന്ന് എനിക്കറിയത്തില്ല. അത്രയ്ക്ക് ദുരിതമാണ്. ഞാൻ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയടാ. ആരും ഇല്ലാത്തൊരവസ്ഥ. ഒരു ഓണത്തിന് പോലും ആരുമില്ല. ഒരു ഓണക്കോടി മേടിക്കാൻ ആരുമില്ല. ഒന്ന് ആഘോഷിക്കണമെന്നുണ്ട്, പക്ഷേ എന്നെ കൊണ്ട് പറ്റുന്നില്ല. അത്രയ്ക്ക് കഷ്ടമാണ്. ഞാനെങ്ങനെ ചെയ്യണമെന്നാണ്. പക്ഷെ ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയി. ആരും ഇല്ലാത്തൊരവസ്ഥ. ജീവിതത്തിൽ ഒറ്റപ്പെടുന്നവർക്ക് ആ ഒരു വേദന അറിയുള്ളടാ. ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലടാ. സത്യം. എനിക്ക് ഒരുപാട് കളി നമുക്ക് അവനെ ഡ്രസ് എടുത്തോടാ. തനുവിനല്ലേ? ഓ എടുത്ത് കൊടുക്കണം. പാവോടാ. അവൻ ഇടാ ഒന്നുമില്ല. അവൻ ഇട്ടോണ്ടൊന്നും ഇത് കണ്ടില്ലേ? നമുക്ക് ഇവിടെ കടയിൽ കയറി ഡ്രസ് എടുത്താലേ. അളിയാ ഇതെടുത്തല്ല. ഇത് കൊള്ളടാ. ഇത് കൊള്ളാം. അവന് ചേരുകയും ചെയ്യും. ഇത് എടുക്കാല്ലേ? എടുക്കാം. എല്ലാം ഓക്കെ. അവന് ഇഷ്ടപ്പെടുകയും ചെയ്യും. പോവാം. അല്ലേ അവന് ആരും ഇല്ലെന്ന് പറയുമ്പോൾ എനിക്ക് വിഷമാടിയാ. അവന്റെ ഓണക്കൂടി എടുത്ത് എടുക്കാൻ പോലും ആരുമില്ല. അളിയ, നിങ്ങൾ ഓണക്കോടി അടിക്കാൻ പോയ അളിയ. എനിക്കും അമ്മയ്ക്കും ഉണ്ടല്ലോ അളിയ. എനിക്ക് ആദ്യമായിട്ടാണ് എനിക്കൊരു ഓണത്തിന് ഇങ്ങനെ ഒരു ഓണക്കോടി കിട്ടുന്നത് അളിയ. ഇവിടെ ഇന്ന് ആരെങ്കിലും പറഞ്ഞേ നിങ്ങൾ രണ്ടുപേരും പൂ അടിക്കാൻ പോണ്ടേ? ഇങ്ങോട്ട് വരാം. റെഡിയായി മതി.